നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നതാണ്. വലിയ ആളുകളും കൊച്ചു കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയകളും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇന്നിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്തൊരു വിവരം അറിയണമെങ്കിലും നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സഹായമുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം ഇന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ കോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാറ്റയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ ഒരുപാട് നേരം സമയം ചെലവഴിക്കുന്നുണ്ട്. അതിൽ കുട്ടികളാണ് ഭൂരിഭാഗവും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് അവർക്ക് എന്താ പറയുക, വലിയൊരു രീതിയിൽ അവരുടെ ഭാവിക്ക് വലിയൊരു ഒരു എന്താ പറയുക, ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്, പ്രശ്നമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഈ ഇൻ്റർനെറ്റും കുട്ടികൾ അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വായിച്ചതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അവർ മൈതാനങ്ങളിൽ കളിക്കട്ടെ, ഇൻ്റർനെറ്റും സ്റ്റേഷൻ മീഡിയയും AI സാങ്കേതിക വിദ്യയുമെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. സത്യമാണ്, നമുക്ക് എല്ലാവർക്കും ഇന്ന് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഇപ്പം ഒരുപാട് സ്മാർട്ട് ഫോൺസും അതുപോലെ ഇൻ്റർനെറ്റും വന്നുകൊണ്ടാണ് ഒരുപാട് വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് വന്നത്. ഇപ്പം ചെറിയ രീതിയിലുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട്, അല്ലാതെ വളരെ ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ AI വീഡിയോ, ഇപ്പം ട്രോളുകൾ ഉണ്ടാക്കുന്നത് വരെ AI വീഡിയോ കൊണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പുതിയ കാലത്ത് കുട്ടികളുടെ പരിശീലനവും കളിക്കളവും കൂട്ടായ്മയും എല്ലാം ഓൺലൈനാണ്. അവരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്നതും സ്റ്റേഷൻ മീഡിയയിൽ തന്നെയാണ്. സത്യമാണ്. ഇപ്പം നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇപ്പം സോഷ്യലായിട്ട് ഇപ്പം സമൂഹമായിട്ട് അങ്ങനെ ഒരു വർക്കുകളോ ഒന്നും കാണുന്നില്ല. ഇപ്പം എല്ലാവരും ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഉപയോഗിച്ചാണ് ഇപ്പം സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുകയും ഇടപെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പം നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക. അല്ലാതെ ചില ആളുകളുണ്ട് ഈ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് കണ്ടന്റ് ആക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ സമൂഹമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ കുറവാണ്. പകരം അവർ ഈ സോഷ്യൽ മീഡിയയിലാണ് അവർ കൂടുതലും കാര്യങ്ങൾ അറിയുന്നതും ഇടപെടുന്നതും. എന്നാൽ ഇത് അവരുടെ മാനസിക വളർച്ചയും പഠന പ്രക്രിയയുമെല്ലാം ദോഷകരമായി സ്വാധീനം ഉണ്ടാക്കുന്നെന്നും വലിയ ചതിക്കുഴികളിൽ അവർ വീണു പോകുന്നെന്നും ഒട്ടേറെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഏതൊരു നല്ലൊരു കാര്യത്തിനും ഒരു ചീത്തതുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലും. നല്ലതുണ്ടെങ്കിലും അതിൽ ചീത്തതുണ്ട്. ഒരുപാട് തട്ടിപ്പുകൾ വരെ ഇൻ്റർനെറ്റിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണല്ലോ. ഇപ്പം എൻ്റെ OTP നമ്പർ മേടിച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ പൈസയും പോയി. അതുപോലെ തന്നെ ഈ ചില ഇൻഫ്ലുവൻസേഴ്സ് ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യും. ഈ ഒരു ഗെയിം നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് പ്രതിമാസം 30,000 രൂപ വരെ സമ്പാദിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ ചില ആളുകൾ പറ്റിക്കും. അത് പരിചയപ്പെടുത്തും. എന്നിട്ട് അത് നമ്മളെ പറ്റിക്കും നമ്മളെ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് കൂച്ചുവിലങ്ങിടാൻ വിവിധ രാജ്യങ്ങൾ ഇതിനധികം നിയമനിർമ്മാണം നടപടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളും ഈ കുട്ടികളും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ഒരു ബന്ധം കുറയ്ക്കാൻ, അത് അവരുമായിട്ട് അതിന് വലിയൊരു അകൽച്ച കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റൊക്കെ ശ്രമിക്കുന്നുണ്ട്.
ഇന്ത്യയിലും ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും കുട്ടികൾക്ക് പൂർണ്ണമായി അപകടമാകുകയാണോ അതോ ഉത്തരവാദിത്തങ്ങളോടും ഉത്തരവാദിത്തോടെയും സുരക്ഷിതമായി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണോ എന്ന നിലവിലുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പറയുമ്പം ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഈ ഒരുപാട് ബാഡ് വീഡിയോസ്, വൾഗറായിട്ടുള്ള, ഇപ്പോൾ കുറച്ച് ഈ എന്താ പറയുക, ഹോട്ട് വീഡിയോസൊക്കെ വരും. അതുപോലെ തന്നെ ഇപ്പം ഒരു ചെറിയൊരു ചർച്ചയാണ്, ചെറുതിൽ ആണെങ്കിലും, പക്ഷെ അത് വലിയൊരു കാര്യമാണ്. ഇപ്പം ചില സ്ത്രീകൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നെന്ന്, അതും ബാഡായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പം കുറേയൊക്കെ ലീക്കായി. ചാനലിപ്പോൾ പോകും, ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്ന ചാനൽ പൂട്ടിക്കും എന്നൊക്കെയാണ് നിയമങ്ങൾ വരുന്നത്. അപ്പോൾ അത് എത്രയും വേഗം അത് നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പുരുഷന്മാർക്കത് വലിയൊരു പ്രശ്നമായി മാറും. വരും തലമുറയ്ക്കും ഇത് വലിയൊരു പ്രശ്നമായി മാറും. കാരണം ഇങ്ങനെയുള്ള കൊള്ളാത്ത വീഡിയോസൊക്കെ കാണുമ്പോൾ. അതെന്തായാലും ഒരു നിയന്ത്രണം ആവശ്യമെന്നും വ്യക്തം. എല്ലാ നല്ല കാര്യങ്ങളോടൊപ്പം തട്ടിപ്പിൻ്റെയും ചതിയുടെയും അസത്യയുടെയും സമാന്തര അധോലോകം കൂടിയുള്ളതാണ് ഇൻ്റർനെറ്റ്. അവിടെയാകട്ടെ പുറം ലോകം പോലുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും അസാധ്യവുമാണ്. അതിനാൽ കുട്ടികൾ അവിടെ സുരക്ഷിത ആകുക എന്ന ആവശ്യം വേണ്ടത് തന്നെ. സത്യമാണ്, എല്ലാത്തിനും ഒരു നിയന്ത്രണം നമുക്ക് വേണം. ഇപ്പം ഞാനാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുത്തു പോകും. അല്ലാതെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ബോർ ആകത്തില്ല. അല്ലാതെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറാകും. വലിയൊരു മടുപ്പാണ് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ചതിയും തട്ടിപ്പും ഒക്കെ കാണും. അതിലൊന്നും എത്ര അനുഭവം ഉണ്ടായാലും വീണ്ടും വീണ്ടും അതിലേക്ക് വീണു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കി, എന്താ പറയുക, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും സത്യമല്ല. ഓൺലൈനിൽ കൂടെ വരുന്ന ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൈസയുടെ കാര്യമാണെങ്കിലും ഒന്നും സത്യമല്ല, അതെല്ലാം തട്ടിപ്പാണ്. പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ശരിയാണോ, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. അപ്പോൾ ഈ കുട്ടികളും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചല്ല, ഒരു 70% കുറയ്ക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ പവറൊക്കെ കുറയും, നമുക്ക് മൊത്തത്തിൽ ഒരു സ്ട്രെസ് ആവും. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളതാണ്, സോഷ്യൽ മീഡിയസും മൊബൈലും ഒരുപാട് നേരം ഉപയോഗിച്ച് അവസാനം കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞാണ്, ഞാനൊരു പ്രസംഗത്തിൽ കേട്ടതായിരുന്നു. അതിൻ്റെ അകത്ത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം മടുത്തു എന്ന് തന്നെയാണ്, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്കും വലിയ രീതിയിൽ ടെൻഷനിൽ സ്ട്രെസ്സൊക്കെ നൽകുന്നതിനൊരു പങ്കുണ്ട്. പരമാവധി നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ വളർത്തിയെടുക്കുക. എന്ത് ചെയ്യുമ്പോഴും ഒരു ലിമിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ അത് മടുപ്പായി പോകും. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ലിമിറ്റ് വെച്ച് ചെയ്യാം, എന്നാലേ നല്ല രസമായിട്ട് നമുക്കൊന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കുട്ടികളും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാകുന്ന രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോസുമായി നമുക്ക് വരാം. അപ്പം ബായ്.